നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സൈനസൈറ്റിസ് ഒരുപാട് ആൾക്ക് സംശയം ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അലർജി ഇല്ലാത്ത ആളുകൾ ആരുമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ട് അലർജിയെ തെറ്റിപ്പറയാം. അലർജിയുടെ ഒരു വകഭേദമാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. മൂക്കിനുണ്ടാകുന്നതിന് മൂക്കിനകത്ത് ആ സെല്ലുകൾക്ക് നീരുണ്ടായിട്ട് വേദനയുണ്ടായി തുമ്മൽ, ഇറിറ്റേഷൻ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകൾക്കും അലർജി ഇല്ലാത്ത ആളുടെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഡ്രഗ് അലർജി ഉണ്ട്, ചില ഡ്രഗ്സിനോട് അലർജി ഉണ്ട്. ഈ ചില മരുന്നുകൾ തന്നെ ഉദാഹരണം, ചില ആൾക്ക് ആൻറ്റിബയോട്ടിക്സിനോട് ഭയങ്കര അലർജി ആയിരിക്കും. നമ്മളത് ടെസ്റ്റ് ചെയ്യാതെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനാവും, പിന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഒന്നും വേണം, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കുന്നതല്ലേ ഫുഡ് അലർജി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ കോവളത്ത് ഹോട്ടലിൽ പോയിട്ട് ആളിലൊക്കെ ഫുഡ് കഴിച്ച് അതിൽ കുറേ പേർക്ക് അലർജി ഉണ്ടായി, ഒന്ന് രണ്ട് പേര് മരിച്ചു. അതുപോലെ തന്നെ അലർജി ഒരു കോമൺ ഡിസീസ് തന്നെ പറയാം. ചെറിയ ആൾക്ക് ഈ കൊഞ്ച്, ഞണ്ട്, അതുപോലെ ചിപ്പി, ഇതിനോടെല്ലാം പല അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ അലർജി മാറ്റി അവർ കഴിക്കാതിരുന്നാൽ മാത്രം മതി. ചെറിയ ആൾക്ക് ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല, ബീഫിനോട് അലർജി ആയിരിക്കും. അതുപോലെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് എല്ലാ ഭക്ഷണത്തിനും അലർജി ഉണ്ടാകണം. കാരണം ഇതിനകത്തെല്ലാം ഭയങ്കരമായിട്ടുള്ള ഈ പെസ്റ്റിസൈഡ്സ്, അതായത് ആഹാരം ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഉള്ള ഇഞ്ചൂറിയസ് ആയിട്ടുള്ള വളങ്ങൾ, പിന്നെ മാരകമായിട്ടുള്ള ഈ പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ കഴിച്ചു വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം ഈ ഫിഷ് തന്നെ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് ഫിഷിലാണ്. അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭയങ്കര ഇഞ്ചൂറിയസ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഡെഡ് ബോഡിയൊക്കെ പ്രിസർവ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സാണ് ഉപയോഗിക്കുക. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോഡി എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ആ ഫിഷ് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇതൊരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഫിഷ് കൂടുതലായിട്ട് അതിൽ വിഷം കലർന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ ഈ പൂച്ചയുണ്ടല്ലോ, പൂച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. അത് വിഷമുള്ളതാണെങ്കിൽ അത് തുറത്തില്ല. പൂച്ചയ്ക്ക് നമ്മളെയൊക്കെ നല്ല വിവരമുണ്ട്, അവർ മണത്ത് നോക്കും. ഇപ്പോൾ ഈ മൃഗങ്ങൾക്കുള്ളൊരു ഗുണം, അവൻ ഏത് ഫുഡ് കണ്ടു കഴിഞ്ഞാലും അവൻ ആദ്യം നോക്കും, അവൻ്റെ കളർ നോക്കും, അതിഷ്ടമാണോ എന്ന് നോക്കും. കളർ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കും, കളർ കണ്ട് ചെല്ലും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ നോക്കുന്നത് അതിൻ്റെ മണം നോക്കും. അപ്പോൾ മണം ഇഷ്ടമല്ലെങ്കിൽ അവൻ തുടത്തില്ല. മണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ രുചിച്ച് നോക്കും. ഈ രുചി ഇഷ്ടപ്പെടുക നമ്മുടെ മനുഷ്യനങ്ങനെയല്ല. എന്ത് കഴിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഉദാഹരണം, ചില ആൾക്ക് അലർജി ഈ ആൽക്കഹോളിനോട് അലർജി ഉണ്ട്. അവർക്ക് ആവശ്യം അതിൻ്റെ മണം ഇഷ്ടമല്ല, ടേസ്റ്റ് ഇഷ്ടമല്ല, എങ്കിൽ തന്നെ അവർ മൂക്ക് പൊത്തിയിട്ട് കുടിക്കും. അപ്പോൾ ഈ അലർജിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. കാരണം ചില ആൾക്ക് കണ്ണിൽ അലർജി ഉണ്ടാവും, പിന്നെ ഈ ഇൻഫെക്ഷൻ്റെ കൊണ്ട് അലർജി വരും. അലർജി ഇല്ലാത്ത മനുഷ്യൻ ആരുമില്ല. അലർജി ഇല്ലാത്ത ബോഡി വളരെ കുറവാണ്. പക്ഷേ അലർജി നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നല്ല ജലം കുടിക്കുക. ശുദ്ധജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശുദ്ധമായിട്ട് കിട്ടാനില്ല, അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ തിളപ്പിച്ചാർച്ച് കഴിക്കുക. പിന്നെ അതുപോലെ കഴിയുന്നതും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പഴയതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വയ്ക്കും. അത് ഈ പൂപ്പടിച്ചിട്ട് അത് നമ്മളറിയത്തില്ല, വീണ്ടും അതെടുത്ത് ചൂടാക്കി കഴിക്കും, വീണ്ടും അത് അലർജി ഉണ്ടാവും. അത് പിന്നെ ആൾക്ക് മരണം വരെ സംഭവിക്കുന്ന ധാരാളം കേസുകളുണ്ട്. അപ്പോൾ അലർജി നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുദ്ധമായിട്ടുള്ള വായു, ശുദ്ധമായിട്ടുള്ള ആഹാരം. ഇത് ഒന്നും ശുദ്ധമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ തന്നെ നമ്മൾ കഴിയുന്നതും ശുദ്ധമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക. ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസ് സർജറിക്കും പകരം നമുക്ക് ലേസർ തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു 90% നമുക്ക് സക്സസ് കിട്ടും, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ബൈപ്പാസ് സർജറി ഒരു പേഷ്യൻ്റ് 2-3 മാസം ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല.
ഇന്നത്തെ സ്ഥാനത്ത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പിയാണ്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാം.